Hello my students. From the last class we studied about the process of fertilization. What do you mean by fertilization? Yes, pollen grains egg fuse ചെയ്തിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് fertilization. After fertilization the fruit is formed in plants, and we also discussed about the honey bees. അതായത് ഹണി ബീസിൻ്റെ റോൾ എന്താണ് ഒരു ഫ്ലവറിൽ എന്തായിരുന്നു? യെസ്, അവർ നെക്ടർ ഗ്യാദർ ചെയ്യുക എന്ന് കൂടാതെ എന്താണ് ദേ ഹെൽപ്പ് ഫോർ ദ പ്രോസസ് ഓഫ് അവർ ഫെർട്ടിലൈസേഷൻ പ്രോസസ്സിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെയായിരുന്നു ഫെർട്ടിലൈസേഷൻ അല്ല എന്താ പറയുന്നത്? അവർ ഒരു ഫ്ലവറിൽ നിന്ന് ഇരിക്കുമ്പോൾ അതിൽ നിന്നുള്ള പൊളൻ ഗ്രെയിൻസ് അവരുടെ ബോഡിയിൽ സ്റ്റിക്ക് ചെയ്യും. ദെൻ അവർ വേറൊരു ഫ്ലവറിലോട്ട് നെക്ടർ ഗ്യാദർ ചെയ്യാൻ പോണ ടൈമിൽ അവിടെ അതെന്ത് ചെയ്യും? അവിടെ അവരുടെ ബോഡിയിൽ സ്റ്റിക്ക് ചെയ്തിട്ടുള്ള പൊളൻ ഗ്രെയിൻസ് ആ ഫ്ലവറിലും എത്തുന്നുണ്ട്. അങ്ങനെ അവരെന്ത് ചെയ്യുന്നു? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ ഒരു പൊളിനേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Okay, and today we are going to learn about a new topic that is on the wings of butterflies. Okay, all are you ready? Let's take your textbook and notebook. Okay, and on the wings of butterflies, pollen grains from the anther should reach the stigma first. That means from the anther-ലാണ് നമ്മൾ pollen grains present ആയിട്ടുള്ളത്. That should first reaches the stigma. Where we seen stigma? Yes, stigma is in the female reproductive part of a flower. So the pollen grains are firstly reaches the stigma. How does it happen? Who all help in this? ഒരാൾ ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ഡിസ്കസ് ചെയ്തു. ദാറ്റ് ഈസ് ദ ഹണി ബീസ്. ആൻഡ് വേറെ ആരൊക്കെയാണ് ഈ ഒരു പ്രോസസ്സിന് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഓക്കെ, from that I would like to be introduce a new term that is pollination. Okay, what do you mean by pollination and pollinating agent? Pollination. Transfer of pollen grains from the anther to the stigma is called pollination. So pollinations, which means transfer of pollen grains from the anther. Anther present ആയിട്ടുള്ള pollen grains നെ സ്റ്റിഗ്മയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന that process is known as pollination, and factors that help in pollinations are called pollinating agents. So ആരൊക്കെയാണ് ഒരു പൊളിനേഷൻ പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത്? They are called pollinating agents. And what are the pollinating agents helps for the pollination process? Yes, of course, one is honeybee, butterflies, moths, small insects, animals, etc. are the pollinating agent. Okay, അതുപോലെ തന്നെ for you dear butterfly എന്താണ് നമ്മുടെ പറയുന്നത് നോക്കാം. നെയിം ദി ഓർഗാനിസംസ് ദാറ്റ് ഹെൽപ്സ് ഇൻ പൊളിനേഷൻ. ആരൊക്കെയാണ് പൊളിനേഷന് ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തല്ലോ, അത് ആരൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. And butterflies, honey bees, birds and many other insects visit flowers. Is it? Yes, they visit flowers. What are the peculiarities in flowers to attract pollinating agents? നമുക്ക് ഒരാൾക്ക് അട്രാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു സം പെക്യുലർ ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ പൊള്ളിനേറ്റിംഗ് ഏജൻസിന് ഈ ഫ്ലവേഴ്സിൽ അട്രാക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വാട്ട് ആർ ദ റീസൺസ്, അല്ലെങ്കിൽ എന്താണ് ഈ ഫ്ലവേഴ്സിനുള്ള ഫീച്ചേഴ്സ്? അങ്ങനെ വരുമ്പോൾ ഇറ്റ്സ് ഓഫ് കോഴ്സ് അതിൻ്റെ കളറ് കണ്ടിട്ട് വരാം, ഫ്രാഗ്നൻസ്, അതുപോലെ തന്നെ ആ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ്, സൈസ്, എക്സെട്ര. So first one is flowers have color, fragrance, nectar, and flowers that blossom at night are white in color and fragrant too. Surface of the pollen grains will be rough and sticky. If the flower is not attractive, other parts of the flower will be attractive, അല്ലെങ്കിൽ കളർഫുൾ ആയിരിക്കും. സോ എങ്ങനെയൊക്കെയാണ് ഈ പൊളിനേറ്റിംഗ് ഏജൻസിന് ഒരു ഫ്ലവറിൽ അട്രാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്ട് ആർ ദ പെക്യുലർ ഫീച്ചേഴ്സ് ഓഫ് എ ഫ്ലവർ? എന്തൊക്കെ വേണം ഒരു ഫ്ലവറിന്? ഒന്നെങ്കിൽ അതിന് നല്ല ഫ്രാഗ്രൻസ് വേണം, അല്ലെങ്കിൽ നല്ല കളറ് വേണം, അല്ലെങ്കിൽ ഒരുപാട് പൂക്കൾ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒരു പൊള്ളൻ ഗ്രെയിൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര റഫ് ആൻഡ് സ്റ്റിക്കി ആകും. സോ അവിടെ പൊളിനേറ്റ്
പൊളിനേറ്റിംഗ് ഏജൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഓട്ടോമാറ്റിക്കലി അവിടെ സ്റ്റിക്ക് ആകുന്നുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ ഒരു പ്ലാന്റിൻ്റെ ഫ്ലവർ ഭംഗിയില്ലെങ്കിലും അതർ പാർട്സൊക്കെ ഭയങ്കര കളർഫുൾ ആൻഡ് അട്രാക്റ്റീവ്. സോ ദീസ് ആർ ദ റീസൺസ്. ഈ ഒരു റീസൺസ് കൊണ്ടാണ് ഈ പൊളിനേറ്റിംഗ് ഏജൻറ്റ്സ് ഫ്ലവേഴ്സിൽ പോയിട്ട് പൊളിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഫ്ലവേഴ്സ് വിത്ത് ഫോൾ ഓർഡർ ടു. വാട്ട് യു മീൻ ബൈ ഫോൾ ഓർഡർ? ഇറ്റ്സ് ഒരു ദുർഗന്ധമുള്ള, അതായത് എല്ലാതും ഫ്രാഗ്രൻസ് സ്മെല്ലല്ലാതെ ഫോൾ ഓർഡറുള്ള ഫ്ലവേഴ്സ് ഉണ്ട്. നമുക്ക് നോക്കാം അതേതാണ്. ഹാവ് യു എവർ എക്സ്പീരിയൻസ്ഡ് ദ ഫോൾ സ്മെൽ ഓഫ് ദി എലിഫൻറ്റ് യാം ഫ്ലവേഴ്സ്? വാട്ട് യു മീൻ ബൈ എലിഫൻറ്റ് യാം ഫ്ലവേഴ്സ്? ഇറ്റ്സ് ചേനപ്പൂ. നമ്മുടെ വീടുകളിലൊക്കെ നമുക്ക് ഫെമിലിയറായി കാണാൻ പറ്റുന്നതാണ്. അതിൻ്റെ സ്മെൽ എങ്ങനെയെങ്കിലും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? ഇറ്റ് ഹാസ് ആൻ ഫോൾ ഓർഡർ. ഒരു ഭയങ്കര ദുർഗന്ധമായിട്ടുള്ള ഒരു സ്മെല്ലാണ് എലിഫൻറ്റ് യാം ഫ്ലവേഴ്സിന്. In the elephant yam and taro, pollinations is done by flies. That means ഈച്ചകളാണ് എന്ത് ചെയ്യുന്നത്, എലിഫൻറ്റ് യാം ടാരോ പറഞ്ഞിട്ടുള്ള ഫ്ലവേഴ്സിൽ പൊള്ളിനേഷന് ഹെൽപ്പ് ചെയ്യുന്നത്. ദ ഫോൾ ഓർഡർ ഈസ് ടു അട്രാക്റ്റ് ഫ്ലൈസ്. ആൻഡ് ആ ഫ്ലൈസിനെ അട്രാക്റ്റ് ചെയ്യുന്നത് എന്താണ്, ഈ ഒരു ഫോൾ ഓർഡറാണ്. അതുകൊണ്ട് തന്നെ പൊള്ളിനേഷന് അത്തരം ഫ്ലവേഴ്സിൽ ഹെൽപ്പ് ചെയ്യുന്ന പൊള്ളിനേറ്റിംഗ് ഏജൻറ്റ്സ് ആർ ദി ഫ്ലൈസ് ആണ്. ഓക്കെ, നോട്ടീസ് ദ പെക്യുലാരിറ്റീസ് ഓഫ് ദോസ് ഫ്ലവേഴ്സ്. അവിടെ നമുക്ക് 3 ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ് കാണുന്നുണ്ട്. ഓക്കെ, ലാൻറ്റന, മിസ്യാൻഡ ആൻഡ് ബോഗൻവില്ലേ. ഓൾ ആർ യു ഒബ്സർവ്ഡ്? ഓക്കെ, ഫ്രം ദ ഒബ്സർവേഷൻ നമുക്കതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, സ്മാൾ ഫ്ലവേഴ്സ് ഗ്രോ ആസ് ഇൻഫ്ലോറസെൻസ്. വൈ? എന്തുകൊണ്ടാണ് ചെറിയ ഫ്ലവേഴ്സ് കൂട്ടങ്ങളായി വളരുന്നത്? യെസ്, ഓഫ് കോഴ്സ് ടു അട്രാക്റ്റ് ഇൻസെക്റ്റ് ആൻഡ് ക്യാരി ഔട്ട് പൊള്ളിനേഷൻ. ഇൻസെക്റ്റിനെ അട്രാക്റ്റ് ചെയ്തിട്ട് പൊള്ളിനേഷൻ നടക്കുക എന്നുള്ള ആ ഒരു എയിമോട് കൂടിയാണ് ഫ്ലവേഴ്സ് ഇൻഫ്ലോറസെൻസ് ഫോമിൽ അവിടെ കാണുന്നത്. Okay, and the next question, what is the advantages of the leaves surrounding a Musyandia flower changing color and appearing like a flower? It's ആ Musyandia ഫ്ലവറിൻ്റെ അടുത്തുള്ള ലീഫ്, അതിൽ കാണപ്പെടുന്ന ലീവ്സ് എന്താണ്, വേറൊരു വൈറ്റ് കളറിലാണ് കാണുന്നത്. അതിൻ്റെ ബാക്കിലുള്ള ഒരു റീസൺ എന്തായിരിക്കും? ഇറ്റ്സ് ടു അട്രാക്റ്റ് ദി പൊളിനേറ്റിംഗ് ഏജൻറ്റ്സ്. അവിടെ കാണപ്പെടുന്ന പൊളിനേറ്റിംഗ് ഏജൻറ്റ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ലീഫിൻ്റെ കളർ വൈറ്റ് കളറായിട്ട് കാണപ്പെടുന്നത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് എന്തൊക്കെ റീസൺസ് കൊണ്ടാണ് പൊളിനേറ്റിംഗ് ഏജൻറ്റ്സ് ഒരു ഫ്ലവേഴ്സിൽ വന്നിരിക്കാൻ കാരണം എന്നുള്ളത്. സോ ഫ്ലവറിൻ്റെ അടുത്ത് കാണപ്പെടുന്ന അതർ പാർട്സ് ചിലപ്പോൾ പൊളിനേറ്റിംഗ് ഏജൻറ്റ്സിന് അട്രാക്റ്റീവായി തോന്നിയാൽ അവരവിടെ വന്ന് നിന്നിട്ട് പൊളിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന് ഹെൽപ്പ് ചെയ്യും. Okay, and the next question, are the parts in bougainvillea that change color flowers? അതായത് ബോഗൻവില്ലേൻ്റെ നിറം മാറി കാണുന്നത് അവിടെ പൂക്കളാണോ? നോ, ദേ ആർ. അതെന്താണ്, പൂക്കളായിട്ടല്ല കാണപ്പെടുന്നത്. ഓക്കെ, സോ നോട്ട് ബുക്കിൽ ഈ 3 ക്വസ്റ്റ്യൻസ് എഴുതുക. ഓൾസോ റൈറ്റ് ദ ആൻസേഴ്സ് ടു. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഈസ് ഫ്ലോട്ടിംഗ് വിത്ത് ദി വിൻഡ്. നമ്മൾ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫ്ലൈസ്, സ്മോൾ ഇൻസെക്ട്സ്, ബേർഡ്സ് ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, പൊള്ളിനേറ്റിംഗ് ഏജൻറ്റ്സ് അല്ലെങ്കിൽ പൊള്ളിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന് ഹെൽപ്പ് ചെയ്യുന്നത് പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് വിൻഡ്. വിൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, കാറ്റ്. എങ്ങനെയാണ് കാറ്റ് പൊള്ളിനേഷൻ പ്രോസസ്സിന് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഹാവ് യു സീൻ ദ ഫ്ലവേഴ്സ് ഓഫ് പാഡി? ഹാവിൻ യു നോട്ടീസ്ഡ് ദ ഫ്ലറ്ററിങ് പാഡി ഫ്ലവേഴ്സ്? അതായത് പാഡി മീൻസ് എന്താണ്, നെൽച്ചെടി കണ്ടിട്ടുണ്ടോ? ഓക്കെ, നെൽച്ചെടി എന്തായാലും എല്ലാവരും കാണുന്നൊരു ചെടിയാണ് ഇത്, പാഡി ഫ്ലവേഴ്സ്. How do the pollen grains of paddy reach the stigma? Let's observe certain features of such flowers. പാഡിയിലുള്ള എന്താണ് സ്റ്റിഗ്മ, എങ്ങനെയാണ് പൊള്ളൻ ഗ്രെയിൻസിലോട്ട് എത്തുന്നത്? ത്രൂ ദി വിൻഡ്. ഇപ്പോൾ നമുക്ക് നോക്കാം എന്താണ് അത്തരം ടൈപ്പുള്ള ഫ്ലവേഴ്സിനുള്ള പെക്യുലർ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. ഫസ്റ്റ് വൺ ഈസ് ഹാവ് എ ലാർജ് നമ്പർ ഓഫ് പൊള്ളൻ ഗ്രെയിൻസ്. ഇങ്ങനെയുള്ള ഫ്ലവേഴ്സിൽ ഒരുപാട് നമ്പർ ഓഫ് പൊള്ളൻ ഗ്രെയിൻസ് കാണാൻ പറ്റും. ഓക്കെ, ലൈക്ക് ദീസ് പൊള്ളൻ ഗ്രെയിൻസ് ആർ ലൈറ്റർ ഇൻ വെയ്റ്റ്. എന്താണ്, വെയ്റ്റ് വളരെ കുറവായത് കൊണ്ട് തന്നെ വിൻഡിൽ അതെന്ത് ചെയ്യുന്നുണ്ട്, അതിന് മൂവ് ചെയ്യാൻ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാൻ ഈസി ആയിരിക്കും. ആൻഡ് ദ നെക്സ്റ്റ് വൺ, പെറ്റൽസ് ആർ സ്മാൾ, സം ടൈംസ് ദേ ഹാവ് നോ പെറ്റൽസ്. പെറ്റൽസ് എന്ന് വെച്ചാൽ അതിന് ആ ഇതളുകളെ ചില ടൈമിൽ കാണാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഫ്ലവേഴ്സ് ആർ സീൻ ഇൻ ബഞ്ചസ്. കൂട്ടങ്ങളായിട്ടാണ് അവിടെ ഫ്ലവേഴ്സ് നമുക്ക് കാണാൻ പറ്റുന്നത്.
Okay, water and wind are also pollinating agents. Pollinations in plants like paddy, wheat, maize and sugarcane occurs through wind. So through wind എന്ന് വെച്ചാൽ കാറ്റ് വഴി പൊള്ളിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്ന പ്ലാന്റ്സ് ആണ് പാഡി, wheat, maize and sugarcane. The pollinating agent in pepper plant is water in the form of dewdrops. പെപ്പർ പ്ലാന്റ്സിൽ വാട്ടറാണ് പൊള്ളിനേറ്റിംഗ് ഏജൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇൻ വിച്ച് സീസൺ ഡസ് പൊള്ളിനേഷൻ ഒക്കർ ഇൻ ദ പ്ലാന്റ്സ്? ഇറ്റ്സ് റെയിനി ആൻഡ് വിൻ്റർ സീസൺ. റെയിനി സീസൺസിലാണ് എന്ത് ചെയ്യുന്നത്? പെപ്പർ പ്ലാന്റ്സിൽ പൊള്ളിനേഷൻ നടക്കുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. Can you identify the pollinating agents by observing the features of flowers? Notice the features of a few flowers. Which pollinating agents among those given below match the features? So, അവിടെ ഒരു ബ്രാക്കറ്റിൽ 3-4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ലൈറ്റ് വെയ്റ്റ് പൊള്ളൻ ഗ്രെയിൻസ്. ഏതാണ് ലൈറ്റ് വെയ്റ്റ് പൊള്ളൻ ഗ്രെയിൻസ്? ഏതാണ്? യെസ്, ഓഫ് കോഴ്സ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് വിൻഡ് അല്ലെ. പാഡിക്കൊക്കെ ലൈറ്റ് വെയ്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ പൊളിനേറ്റിംഗ് ഏജൻറ്റ് എന്ന് പറയുന്നത് വിൻഡ് വഴിയാണ് അവിടെ ആ ഒരു പൊളിനേഷൻ പ്രോസസ്സ് നടക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, കളർഫുൾ ഫ്ലവേഴ്സിനെ ആരാണ് അട്രാക്റ്റ് ചെയ്യുന്നത്? ആ കോളത്തിൽ നോക്കൂ. യെസ്, ഹണി ബീസ് ആണ് കളർഫുൾ ഫ്ലവേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ, വൈറ്റ് ഫ്ലവേഴ്സ് ദാറ്റ് ബ്ലൂം അറ്റ് നൈറ്റ്. നൈറ്റിൽ ബ്ലൂം ചെയ്യുന്ന വൈറ്റ് ഫ്ലവേഴ്സിനൊക്കെ ആരാണ് അട്രാക്റ്റ് ചെയ്യുന്നത്? മോത്ത്, വിച്ച് മീൻസ് നിശാശലഭങ്ങളാണ് അവയെ അട്രാക്റ്റ് ചെയ്യുന്നത്. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് പൊളിനേഷൻ ഇൻ മോയ്സ്ചർ. മോയ്സ്ചർ മീൻസ് വാട്ടർ. ആ ഒരു ടൈമിൽ വരുന്നത് നമ്മൾ പെപ്പർ പ്ലാന്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ വാട്ടർ ദാറ്റ് ഈസ് ഡ്യൂ ഡ്രോപ്സ്. ഓക്കെ, സോ ആ ഒരു ക്വസ്റ്റ്യൻ നോട്ട്ബുക്കിൽ എഴുതിയിട്ട് അതിൻ്റെ ആൻസർ കറക്റ്റായിട്ട് എഴുതാം. And the last topic is artificial pollination. What do you mean by artificial pollination? നമുക്ക് എന്താണെന്ന് നോക്കാം. Pollen grains from the superior quality plants are collected and dusted on the stigma of other plants to produce high quality seeds. This is called artificial pollination. സോ ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് നാച്ചുറലായി നടക്കുന്ന പൊളിനേഷനാണ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് എന്താ പറയുക വിൻഡ്, വാട്ടർ, അതുപോലെ ബട്ടർഫ്ലൈസ്, മോത്ത്, സ്മാൾ ഇൻസെക്ട്സ് എക്സെട്ര. ആർട്ടിഫിഷ്യൽ പൊളിനേഷൻസ് വിച്ച് മീൻസ് അതായത് ഏതെങ്കിലും ഒരു പ്ലാന്റ്സിൻ്റെ പൊള്ളൻ ഗ്രെയിൻസ് ദേ ഹാവ് സുപ്പീരിയർ ക്വാളിറ്റിയുള്ള പൊള്ളൻ ഗ്രെയിൻസ് കളക്ട് ചെയ്തിട്ട് അത് എന്ത് ചെയ്യുന്നുണ്ട്? വേറൊരു പ്ലാന്റിൻ്റെ സ്റ്റിഗ്മയിലോട്ട് ഡസ്റ്റ് ചെയ്യുക. സുപ്പീരിയർ ക്വാളിറ്റിയുള്ള ആന്തേഴ്സ് അല്ലെങ്കിൽ പൊള്ളൻ ഗ്രെയിൻസ് സെലക്ട് ചെയ്തിട്ട് അത് വേറൊരു ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്സിലോട്ട് അതിനെ ഡസ്റ്റ് ചെയ്യുക. ആൻഡ് ആ ഒരു പ്രോസസ്സിനെയാണ് ആർട്ടിഫിഷ്യൽ പൊളിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഈ ക്ലാസ്സിൽ പറഞ്ഞ വർക്കുകളൊക്കെ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക, കോണ്ടാക്ട് ചെയ്യുക. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.